TB7 ലൈവ് അപ്ഡേഷൻ നോക്കാം. ലൈവിൽ ഇപ്പോൾ ക്യാപ്റ്റൻസി കൈമാറ്റവും പുതിയ ക്യാപ്റ്റന്റെ നിർദ്ദേശപ്രകാരം മറ്റു കണ്ടസ്റ്റൻസിന് ഡ്യൂട്ടീസ് വീതിച്ചു നൽകുകയുമാണ്. മലയാളം ബിഗ് ബോസ് സീസൺ 7 ഫസ്റ്റ് ക്യാപ്റ്റനായ അനീഷിനോട് തന്റെ എന്തെങ്കിലും വസ്തു ഷാനവാസിന് കൊടുത്ത് ക്യാപ്റ്റൻസി കൈമാറ്റം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ പുതിയ ക്യാപ്റ്റനായ ഷാനവാസിന് നൽകുവാനായി അനീഷ് കൊണ്ടുവന്നത് ഒരു കോമ്പായിരുന്നു. അതിന് കാരണവും അനീഷ് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഒരു വസ്തുക്കളും ഇവരുടെ കൊടുത്തിട്ടില്ല. അപ്പോൾ ഉള്ളതിൽ വെച്ച് അനീഷ് ഉപയോഗിക്കാത്ത ഒരേ ഒരു വസ്തു ആ കോമ്പാണ്. അതുകൊണ്ടാണ് അത് നൽകുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ഷാനവാസ് വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് പുതിയ ക്യാപ്റ്റനായ ഷാനവാസിൻ്റെ നിർദ്ദേശപ്രകാരം ടീം അംഗങ്ങൾക്ക് ഡ്യൂട്ടി തിരിച്ചു നൽകുകയായിരുന്നു. ഫസ്റ്റ് തിരഞ്ഞെടുത്തത് കിച്ചൺ ടീമിനെയായിരുന്നു. കിച്ചൺ ടീമിൽ ഇത്തവണയുള്ളത് അക്ബർ, ആര്യൻ, ബിൻസി, ജിസേൽ, അനീഷ്. ഇത്രയും പേരാണ് കിച്ചൺ ടീം. ഇതിലെ ക്യാപ്റ്റനായി തീരുമാനിച്ചത് അനീഷിനെയായിരുന്നു. പിന്നീട് തീരുമാനിച്ചത് വെസൽ ടീമിനെയാണ്. വെസൽ ടീമിൽ ഇത്തവണയുള്ളത് നെവീൻ, ശരത്ത്, റന ഫാത്തിമ, രേണു സുധി. ഇവരുടെ ക്യാപ്റ്റനായി തീരുമാനിച്ചിരിക്കുന്നത് നെവീനെയാണ്. പിന്നീട് ക്ലീനിങ് ടീമാണ്. അതിലുള്ളത് സരിക, ശാരിക, ശൈത്യ, അഭിലാഷ്. ഇവരുടെ ക്യാപ്റ്റൻ ശാരികയാണ്. അതുകൂടാതെ ബിഗ് ബോസ് പണിപ്പുര വൃത്തിയാക്കുന്നതിനായി ഒരു വ്യക്തിനെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ ഫ്ലോർ ടീമിലെ അംഗമായ അഭിലാഷാണ് പണിപ്പുര ക്ലീൻ ചെയ്യാനായി പോയത്. പിന്നീട് ബാത്റൂം ടീം. ബാത്റൂമിലേക്ക് ആദില, അന്നൂറ, അനുമോൾ, ഒനീൽ, ബിന്നി. ഇത്രയും പേരാണ് തിരഞ്ഞെടുത്തത്. ഇതിൽ ഒനീലായിരിക്കും ക്യാപ്റ്റൻ. അനീഷിനെ കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ തന്നെ അനീഷ് മറ്റുള്ളവരോട് പറഞ്ഞിരുന്നു, ആ 4 പേർക്കും ഫുഡ് വലുതായിട്ട് ഉണ്ടാക്കാൻ അറിയില്ല. ഞങ്ങൾ ഉണ്ടാക്കി തരുന്നത് നിങ്ങൾ കഴിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് അറിയാവുന്നത് പോലെ നിങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി തരാമെന്ന്. ആരും അഭിപ്രായവും കുറ്റവും പറഞ്ഞ് കിച്ചൺ ഏരിയയിലേക്ക് വരണ്ടെന്നും അനീഷ് പറഞ്ഞു. അതുപോലെ തന്നെ വെസൽ ടീമിൻ്റെ ക്യാപ്റ്റനായ നെവീനും ഉണ്ടായിരുന്നു കംപ്ലൈൻറ്റ്. എല്ലാവരും കഴിക്കുന്ന പാത്രം സ്വയം തന്നെ കഴുകി വെക്കണം. നെവീൻ ആരുടെയും പാത്രം കഴുകില്ല എന്നും നെവീൻ പറഞ്ഞു. കാരണം തൻ്റെ കൈക്ക് സോപ്പ് അലർജി ആണെന്നും സൗന്ദര്യമെല്ലാം പോകുമെന്നും പറഞ്ഞ് നെവീൻ പാത്രം കഴുകാൻ തയ്യാറായിരുന്നില്ല. എങ്കിൽ വെസൽ ടീമിലെ മറ്റംഗമായ ശരത്ത് അതിലിടപെടുകയും ആരും കഴിച്ച പാത്രം കഴുകണ്ടെന്നും വെസൽ ടീമിലെ വേറെ ആരെങ്കിലും ഒരംഗം കിച്ചൺ ഏരിയയിൽ ഉണ്ടാകുമെന്നും അവർ കഴുകിക്കോളുമെന്നും പറഞ്ഞു. പക്ഷെ നെവീൻ അപ്പോഴും താൻ കഴുകില്ല എന്ന കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. എന്തായാലും സെക്കൻഡ് ക്യാപ്റ്റനായ ഷാനവാസിൻ്റെ നേതൃത്വത്തിലുള്ള 2ാമത്തെ ആഴ്ച ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. എങ്ങനെ പോകുമെന്ന് നമുക്ക് എന്തായാലും നോക്കി തന്നെ കാണാം.